കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റിയൽ ഹംപി ഫീൽ തരുന്ന പ്ലേസസ് ആൻഡ് ട്രിപ്പിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് അതിനെപ്പറ്റി പറയാം. ബിഫോർ ദാറ്റ് ഈ പോണത് വിജയവത്തല ടെമ്പിൾക്കാണ്. ഹംപിയിലെ ഞങ്ങളെ ലാസ്റ്റ് ഡേ ആണെന്ന്. പണ്ട് ഹാരി പോട്ടർ സീരീസ് കാണുമ്പോൾ അത് കഴിയാൻ തീരെ ഇഷ്ടമില്ലേനു. കാരണം വേറൊരു വേൾഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഇറങ്ങി വരാനൊരു സങ്കടം. സെയിം ഫീൽ ആയിരുന്നു ഇവിടെയും. തകർന്നു കിടക്കുന്ന വിജയനഗര എംപയർ, ഇതാണ് ഹംപി പോയാൽ നമുക്ക് കാണാനുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഒരു 1300 1500 ഒക്കെ റേഞ്ച് വരുന്ന ഇയേഴ്സിൽ നല്ല റിച്ചും ആക്റ്റീവും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റി ആയിരുന്നു വിജയനഗരം. യെസ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം. ബൈ ദ വേ പറയാൻ മറന്നുപോയി, നമ്മൾ വിജയവത്തല ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ദ സ്റ്റോൺ ചാരിയറ്റ് ഇൻ ഹംപി. അഥവാ ഇതാ ഈ 50 രൂപ നോട്ടിൽ കാണുന്ന ആ ഇമേജ് തന്നെ. അത്ര റഷ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന പ്ലേസസ് ആണ് ഇനി കാണുന്നതല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിജയനഗര എംപയറിന് എന്ത് പറ്റി എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സിറ്റി ആയിരുന്നു. ഈവിള എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റീനെ ആരും ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഡൽഹി സുൽത്താനേറ്റ്സ് വന്നിട്ട് തകർത്തതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. പൊളിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഇത്രയും പരന്നു കിടക്കുന്ന വലിയ വലിയ കൺസ്ട്രക്ഷൻസ്. അപ്പൊ പൊളിക്കുന്നതിന് മുന്നേ എന്തായിരിക്കും അല്ലേ? ആൻഡ് കേട്ട് പരിചയമുള്ള മ്യൂസിക്കൽ പില്ലേഴ്സ് ഉള്ളത് ഈ ടെമ്പിളിലാണ്. വിജയവത്തല ടെമ്പിളിലോട്ട് പോകാനും വരാനും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടും. ഇനി വേണമെങ്കിൽ നടന്നും പോവാം. ഹിസ്റ്ററി ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന, കാര്യങ്ങൾ സ്വയം കാണാനും അറിയാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ പ്ലേസ് ആണിത്. എനിക്കങ്ങനെയാണ് കേട്ടോ. കളർഫുൾ പ്ലേസസിനേക്കാൾ കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ തരുന്ന ടൈപ്പ് പോകാനും കാണാനുമാണ് ഇഷ്ടം. ഇതിപ്പോൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അല്ലാത്തവർക്ക് പോയാൽ ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കാണുന്ന പ്ലേസസ് ഒന്നും ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടും പ്ലാൻ ഇട്ടിട്ടും പോയതല്ല. ഈ ഏരിയകളൊക്കെ ഫുൾ ഇമാജിനേഷനിലായിരുന്നു ഞാൻ നോക്കി കണ്ടത്. ഒരു കാലത്ത് മറ്റേ രാജാക്കന്മാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സുമായിട്ട് ആൾക്കാർ വരുന്നതും പോണതും ചുറ്റും കച്ചവടം നടത്തുന്നതൊക്കെ. ഇതാണ് അച്യുത്തര ടെമ്പിൾ. ടെമ്പിളിൻ്റെ ഈ 2 സൈഡിലും കാണുന്ന നടപ്പാത പോലത്തെ പില്ലേഴ്സ്, അവിടെ ആയിരുന്നു അത്ര അന്ന് മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, മറ്റു പ്ലേസസ് പോലെ ഇവിടെ ആരും വരുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് മിസ്സാക്കരുതല്ലോ. Now let's talk about how we managed our leaves and expenses. IT ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണ് 3 പേരെന്നുള്ളതുകൊണ്ട് as we all do, weekend plus 3 days leave. ഈ 5 ഡേയ്സിൽ 1 ഡേ പോവാനും 1 ഡേ വരാനുമായിട്ട് 2 ഡേയ്സ് തന്നെ ട്രാവൽ ഉണ്ട്. മിനിമം ഒരു 3 ഡേയ്സ് എങ്കിലും ഉണ്ടെങ്കിലേ ഹംപിയുടെ മെയിൻ പ്ലേസസ് എങ്കിലും കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാറിൽ പോയതുകൊണ്ട് എണ്ണടിക്കലൊരു ചടങ്ങേനു, പിന്നെ ടോള് വേറെ. ബട്ട് ബേസിക്കലി ഹംപി ഭയങ്കര ചീപ്പാണ്. സ്റ്റേ ഒക്കെ നമുക്ക് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. ടോട്ടൽ ട്രിപ്പിലെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പെർ ഹെഡ് 7000 മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഈവൻ അത്യാവശ്യം ലാവിഷായിട്ട് പോയിട്ട് പോലും. സോ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ എളുപ്പത്തിൽ പോയി വരാം. അപ്പോൾ പാക്കപ്പ് ടാറ്റാ.